അതെ അതെ ഞാൻ എഴുതിക്കോളാം. ബാലു എടാ എനിക്കറിയാം. ബാലു എടാ ഞാനിതൊന്ന് ശരിയായിട്ട് പൂരിപ്പിച്ചോട്ടെ. ബാലു സഹായിക്കണ്ട, ഞാൻ ചെയ്തോളാം. എടാ എന്തോന്നു ബാജു? എടാ നിന്നെ ഒറ്റ ഒരുത്തിനെ വിശ്വസിച്ചാണ് ഞാൻ ഈ ക്യാമ്പസ് സെലക്ഷൻ പോലും ഇല്ലാത്ത കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ സമ്മതിച്ചത്. കുടിക്കിയപ്പോ സമാധാനമായല്ലോ. എന്നാ തോളൂ പൂരിപ്പിക്കും. ബാലു ബാലു എടാ ബാലു നോക്കിങ്ങോട്ട്. എടാ ഞാനൊന്ന് പറയട്ടെ. എന്തോ പറയാനാ? എടാ അവനെ പുറത്തിട്ട് അടിക്കുന്ന പോലെ അവന്റെ കോളേജിനകത്തിട്ട് അടിക്കുന്നേ. അത് മാത്രമല്ല അവൻ ഇന്നു മുതൽ നിന്റെ സീനിയറാ. സീനിയർ അല്ലേ ആയുള്ളൂ, അല്ല അതിന്റെ അച്ഛനൊന്നും ആയില്ലല്ലോ. പറയട്ടെ. എടാ എനിക്കറിയാം നിന്റെ ടെൻഷന്റെ കാര്യം ജയലജ, പക്ഷെ ഇതുകൊണ്ട് നിനക്കൊരു ചീത്തപ്പേരുണ്ടാവില്ലെന്ന്. ദേ ഞാൻ വാക്കുവരുന്നു. ശരി, ഞാൻ ഒരു ഐഡിയ പറയാം. നോക്കിങ്ങോട്ട്. ഇന്ന് കോളേജിന് പുറത്ത് വെച്ച് ഒരു അവസാന ശ്രമം നടത്തുന്നു നിനക്ക് വേണ്ടി. എനിക്ക് എന്നാ എനിക്ക് വേണ്ടി. എന്ത് പറയുന്നു? എന്തൊരു കോടാലിയായ. ഇന്നത്തോടെ ഇത് നിർത്തിക്കോണം. തപ്പേന്ന് ചെറിയൊരടി. ഓക്കെ. അവന്റെ ടൂൾസ് വല്ലതും കാണും. നേരത്തെങ്കിൽ മറ്റേ സൈക്കിൾ എടുത്തു വന്നപ്പോഴായിരുന്നു. എടാ ഞാൻ ചായ പിന്നെ ഉഴുന്നോട തെളിഞ്ഞ് പരിപ്പോടെ ഏത്തക്കാപ്പം എല്ലാം ഉണ്ടാവണേ ഈശ്വര. ഈശ്വര അതോണേ. ചേട്ടാ ഒരു ചായ, ഒരു വട, ഒരു ഏത്തക്കാപ്പം എല്ലാം പെട്ടെന്ന്. ഏത്തക്കാപ്പം മതി. ചേട്ടാ പെട്ടെന്ന്. ഭാഗ്യം കണ്ണാടി ഉണ്ട്. കേട്ടോ അതെ, അടിയിലോട്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ സീറ്റ് മാറ്റണം. നിനക്ക് ആ കീറിയ ഭാഗം മാത്രം ഒന്ന് മാറ്റി തരാൻ പറ്റുമോ? എത്ര നേരം എടുക്കും? അതിന് 10 മിനിറ്റ്. 5 5 പെട്ടെന്നാവട്ടെ. ചേട്ടാ ഒരു ചായ. അപ്പൊ നീയാണല്ലോ സീറ്റ് കുത്തിക്കറിയോ? കണ്ണടി തടാ. ഒരു മിനിറ്റ്. എന്റെ ബൈക്ക് എന്റെ കണ്ണാടി തടാ. ഇല്ലെങ്കിൽ കണ്ണാടി ചേട്ടാ ചേട്ടാ മനോരമല്ലേ? ഈ കണ്ണൊന്ന് പൊത്തുവോ പ്ലീസ് ചേട്ടാ, കണ്ണൊന്ന് പൊത്തു വേഗം. എന്റെ കണ്ണല്ലടാ, ഈ മണ്ണ് മണിക്കണ്ണെ കൊണ്ട് ധൈര്യം എന്റെ വീട്ടിൽ വന്ന് പിടിക്കാൻ നോക്കടാ. നിന്നെ എടുത്തോളാം.
എന്റെ അച്ഛൻ നിന്നെ എടുത്തോളാം. വണ്ടി ഇറങ്ങണം. അങ്ങനെ കോളേജിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ കോളേജിൽ പോയിട്ട് മാന്യമായി തല്ലാന്ന്. ഇറങ്ങി. എങ്ങോട്ടാ? എന്താ കോളേജൊക്കെ ചെറുത്, അതിലും വലിയ പടം വീടിന്റെ മുന്നിൽ തന്നെ ഇരിപ്പുണ്ടാവും. പിന്നെ നിന്റെ വീട്ടിലെ പോലെ ഒന്നും അല്ല, ഇവിടെ ഇല്ലാത്ത മുറി വരെ കണ്ടുപിടിക്കും. ഞാൻ പറഞ്ഞോ? പിന്നെ വരാതെ നമുക്ക് പുറകോടെ പോവാം. വാ. ഇങ്ങനാണോ സിഗ്നലെഴുതുന്നത്? അവൻ്റെ ചായയും ഇനി എന്റെ ഏത്തക്കാപ്പത്തെ കുറ്റം പറ. ഇത്രയും നല്ലൊരു സിഗ്നൽ എന്റെ അമ്മേ, നിന്റെ അമ്മ. ആന്റി എന്താ ഇവിടെ? നീ എന്റെ ചെക്കന്റെ ദേഹത്ത് കൈ വെക്കുവല്ലേ? ഏത് ചെക്കൻ്റെ? ആരാടാ ഇവര്? നിനക്ക് പറയാനുള്ളത് അവനോട് പറ. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എന്റെ ചെക്കനെ തല്ലുന്ന ഈ വിവരമില്ലാത്ത മിണ്ടരുത്. നിന്നെക്കാളും 3-4 വയസ്സ് ഇളയതല്ലടാ അവൻ. പോട്ടെ, നീ ഒരു ക്രിമിനൽ ആണെന്നെങ്കിലും നിനക്ക് ഓർമ്മ വേണ്ടേ? നിന്നെ തവണ വെറുതെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല. നോക്കിക്കോ. എന്റെ സ്വഭാവം അറിയില്ല. യഥാർത്ഥത്തില് ഇവര് തമ്മിൽ എന്താണെന്ന് സാറെങ്കിലും ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ഞാൻ ചോദിച്ചാ പറയില്ല. സാർ അത് വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. അമ്മ വെറുതെ പേടികാരൻ നിർബന്ധിച്ച് എന്നോട് കൊണ്ടുവന്നു. ഡാ മിണ്ടാതിരിക്കുന്നേ. കണ്ടില്ലേ സാർ ഇവന്റെ നകളിപ്പ്? മാഡം പ്ലീസ്, ഇതിപ്പോൾ നിങ്ങൾ തമ്മിൽ അടികൂടി അത് ഞാൻ തീർക്കേണ്ട അവസ്ഥ വരുമോ? പറയാൻ പാടുണ്ടോയെന്ന് അറിയത്തില്ല. എന്നാലും ഈ മോനെ പോലെ കൂട്ടിലടച്ച് വളർത്തുന്ന പിള്ളേർക്കൊന്നും ഇടപെടാൻ പറ്റിയ ഐറ്റം ഒന്നും അല്ല അവനൊന്നും. ഏതായാലും ഇവനെ ആരും കൂട്ടിലടച്ച് വളർത്തിയിട്ടില്ല. വേണ്ടാത്ത എല്ലാ സ്വാതന്ത്ര്യം ഇവന് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ആണല്ലോ ഈ കാണുന്നതൊക്കെ. അതെ, നമുക്ക് ആദ്യം ഒരു തീരുമാനത്തിലെത്താം. ഈ വാശിയും വൈരയും ഒക്കെ മനസ്സിലിട്ട് നടക്കാതെ എന്തെങ്കിലും ക്രിയാത്മകമോ സർഗാത്മകമോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക. ഇതൊന്നും ജീവിതത്തിൽ ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് ഈ വാശിയും വൈരാഗ്യങ്ങളും ഒക്കെ. പിന്നെ അവൻ്റെ കാര്യം, അത് മാഡം വൃത്തിക്കൊരു പരാതി എഴുതിയിട്ടിങ്ങാന്നോ ബാക്കി ഞാൻ നോക്കാം. ടെൻഷൻ അടിക്കണ്ട, ധൈര്യമായിട്ട് നോക്കും. ഞാൻ നോക്കിക്കോളാം. ശരി. ഡേ നീ വന്നേ. ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളൊന്ന് മുഴുകാൻ ശ്രമിക്കുമോ? എന്തോ പറഞ്ഞേ? ക്രിയാത്മകവും സർഗാത്മകവും അല്ലേ? ആ റൈറ്റ്. ആട്ടെ. കൊണ്ടുപോ. അപ്പൊ കാണാം. എന്തിന്? കാശ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് വൈകുന്നേരത്തിനുള്ളിൽ ബാക്കി കിട്ടണം. എന്തോന്നാണ് ഇത്? നീ ഈ പിള്ളേരെ കൂടെ ചീത്താക്കൂ? എന്ത് ചെയ്താക്കാൻ? ഞാൻ വാഷി സോപ്പ് കൊടുത്തല്ലേ അവന്. നിന്റെ വാഷി സോപ്പല്ലേ നീ എൻവലപ്പിട്ട് ഒട്ടിച്ചു കൊടുക്കണേ? നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ക്യാപ്റ്റന്റെ കാര്യത്തിൽ ഇടപെടല്ലെന്ന്. മര്യാദയ്ക്ക് നാളെ സമയത്തിന് കളിക്ക് വരാൻ നോക്ക്. അതിനൂടെ കാണും. അത് കഴിഞ്ഞാൽ പിന്നെ സംശയമാണ്. കോളേജിൽ നിന്ന് അഡ്മിഷന് വിളിയൊന്നും തുടങ്ങി. എടാ നീയൊക്കെ 10 കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാ പഠിക്കാൻ പോണത്. ആ സമയത്ത് ഈ ഗ്രൗണ്ടിൽ കിടന്ന് കളിച്ചാലും കിട്ടുള്ള പൈസ ഈ പൈസ അല്ല. ഇങ്ങനെയുള്ള വിവരക്കേട് പറയാതിരിക്കാൻ വേണ്ടിയാണ് ആളുകൾ കോളേജിൽ പോകുന്നത്. നീ അങ്ങനെ ഒരുപാട് ബ്രെയിൻ ഉപയോഗിക്കല്ലേ? ശരിയാക്കി പഠിച്ച് രക്ഷകൊണ്ടോ ഇവനൊന്നും സഹിക്കൂല. കേറ് പോളെ. മറ്റവന്മാരെ കൂടെ കളിക്കൊണ്ടുപോടാ. ഈ അവന്മാര് ഇനി വരുമെന്ന് തോന്നുന്നില്ല. എന്ത് ഈ പറഞ്ഞ തന്നെ അഡ്മിഷൻ സാറേ. സാറേ ഇവർ നോട്ടിപ്പോയി. സാറേ എൻ്റെ അപ്പൻ്റെയും കൂടെ ചേർത്ത് ഈ ഫീസ് ഒരു ഫാമിലി പാക്കേജ് ആക്കാൻ വല്ല ചാൻസ് ഉണ്ടോ? അല്ലാതെ നന്നാവൂല. എടോ ഇമാതിരി ചീള് കേസ് ഞാൻ ഏറ്റെടുക്കാത്തത് മുതലാവത്തോണ്ടാ. അപ്പോഴാണ്
ഫാമിലി പാക്ക്. അതിപ്പോ സാറിന് മുതലാൻ വേണ്ടിട്ട് നമുക്ക് ആരെങ്കിലും കുത്തിക്കൊല്ലാൻ പറ്റൂ? ഡേയ് എടോ ഇമാതിരി പ്രശ്നത്തിൽ ഇന്ന് ചാടരുത്. ആ എത്ര കയറി? 5. ഈ ചള്ള് ചെക്കന്മാരെ കാരണം മഹാ മെനക്കേടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇവർക്ക് ഇത് എന്താടാ വേണ്ടത്? ഒന്ന് തള്ളിയതിന്റെ പേരില് അപ്പൊ അവന്റെ കണ്ണാടിയോ? എടുത്താ എന്ത് യൂസ് ചെയ്യുന്നില്ലേ? അതുപോലെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞേക്കാം, കോളേജിൽ വെച്ചേ ആ പയ്യനെ റാഗ് ചെയ്ത് പോയിട്ട് അവന്റെ മുഖത്ത് നോക്കേണ്ട കാര്യം പോലും മറന്നേക്ക്. റാഗ് ചെയ്യാന് അതിന് നമ്മളെന്തിനാ അവനെ റാഗ് ചെയ്യണം? അപ്പൊ നീ അറിഞ്ഞില്ലേ, അവൻ ജോയിൻ ചെയ്യാൻ വരുന്നത് നിന്റെ കോളേജിലാ. നോക്കി അങ്ങോട്ടൊക്കെ നടന്നോ ഓടെ. എത്തി. പെട്ടെന്ന് ഇറങ്ങി ചേട്ടാ എത്രയായി? 30. ഇച്ചിരി ഗ്യാപ്പ്. കോളേജ് 10 10 10 30. ഏട്ടാ ഏട്ടാ ഇതോ അവൻ പോണു. അവന്റെ 10 വേണ്ടേ? കണക്ക് തെറ്റി. 15 15 30. ഏട്ടാ 5 രൂപ തരാ. ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് പറയുവാണ്, അവന്റെ കൂടെ ആരെങ്കിലും നോക്കിയിട്ടൊക്കെ മതി തല്ലുന്നതൊക്കെ. ഒന്ന് പോടാ അവിടെ. അപ്പൊ തല്ലുന്നില്ലേ? തലേ കയറാതിരിക്കാൻ ഒന്ന് പേടിപ്പിച്ച് നിർത്തിയാൽ മതി. അല്ലാനെ അയ്യേ, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള ധൈര്യം എടുത്തും എന്താടാ ചോർന്നു പോന്നെ? ഭാഗ്യം. ഞാൻ കരുതി നീ കോളേജിൽ കാല് വെക്കുമ്പോഴേ അവനെ അടിക്കുമെന്ന്. മുമ്പിൽ കിട്ടിയ ചിലപ്പോൾ അവനെ ഞാൻ തല്ലിന്നിരിക്കും. കേട്ടല്ലോ. ഇതിപ്പോ കോളേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ത പോലെ ഉണ്ടല്ലോ. എന്താടാ? വന്ന് വന്ന് ഓ മൈ ഗോഡ്, ഒറിജിനൽ ചന്ത. അതെ, ഇനിയിപ്പോ എന്താ ചെയ്യേ? നീ ഇങ്ങനെ പതറല്ലേ? നീ കുറച്ച് ആറ്റിറ്റ്യൂഡ് പിടിച്ചിട്ടേ അങ്ങോട്ട് നടന്നോ. ആറ്റിറ്റ്യൂഡ് എങ്ങനെ? കണ്ട പേടിക്കണ കണ്ട. ഇത്രേ ഉള്ളൂ. ഇവന്മാരൊക്കെയാണ് ഒളിച്ചും പാത്തും വന്ന് ഞോണ്ടാ നിക്കുന്ന. ഇനിയും വരുന്നിടത്ത് വെച്ചാണ്. അതേ പോണു. പാടാ ഒന്ന് പേടിപ്പിച്ചിട്ടേക്കാം. ഒരു കാരണവശാലും നീ എന്നെ കൈവിടല്ലേ. കണ്ണാടി എടുത്തോണ്ട് ഓടിയാലോ? ആ ഓടിക്കോ, പിന്നെ ആ വഴിക്കങ്ങ് പൊക്കോണം. ആളാകെ മാറിയല്ലോ. ഞാൻ പറഞ്ഞില്ല അവൻ തല്ലാൻ ആളെ ഇറക്കുന്നു. ആരാ കുഞ്ഞമ്മേ? ഒന്ന് പോടാ. നിങ്ങളെന്താ ഇവിടെ? അനുപമ എവിടെയാ ചേർന്നേ? എക്കണോമിക്സിന് തന്നെയല്ലേ? ആ കോമേഴ്സ് തന്നെ. വാ പിന്നാലെ കയറിയതേ ഉള്ളൂ. മോനും കോമേഴ്സ് തന്നെ. അതെ, എക്കണോമിക്സ് മിടുക്കൻ. പിന്നെ ഒന്നും ആരോടും പറയാൻ പറ്റിയില്ല. അങ്കിള് VRS എടുത്ത പിന്നെ അവിടെ ഒന്നും ചെയ്യാനില്ല. അനുപമയുടെ സംസാരിച്ചത് എങ്ങനെയാ? കുട്ടികൾ ക്ലാസ്സിൽ പോകണ്ടേ? ഞാനാണോ സംസാരിച്ചത്? നീ അല്ലേ സംസാരിച്ചെന്ന്? നിങ്ങൾ ക്ലാസ്സിലോട്ട് പോകും. ആദ്യത്തെ ദിവസം തന്നെ ലേറ്റ് ആയിട്ട് മോശം ഇമേജ് ഒന്നും ഉണ്ടാക്കണ്ട. ശരി. അയ്യോ പറയാൻ വിട്ടുപോയി. മറ്റന്നാ ഞങ്ങളുടെ അവിടെയാ ഊണ്. അങ്കിളിന്റെ പിറന്നാളാണ്. പഴയ വീട്ടിലല്ല, അമ്മയ്ക്കറിയാം പുതിയ സ്ഥലം. ദേ 2 പേരും വരണം. ശരി. അഡ്വാൻസ് ഹാപ്പി നന്നായി വരട്ടെ. അനുഭവം വന്നിട്ടുണ്ട്. വാ. ഇതെങ്ങോട്ട് തുള്ളിച്ചോടി പോണു? നീ ഇതോടായിരുന്നു. ഒരാളെങ്കിലും ക്ലാസ് കണ്ടുപിടിക്കില്ലേ? എന്നിട്ട് കണ്ടുപിടിച്ചോ? ഇല്ല. അവൻ ഇതെങ്ങോട്ട് ഓടിപ്പോയത്? അവന്റെ പഴയ അനുപമയില്ലേ, അവൾ ഇവിടെ അഡ്മിഷൻ എടുത്തിരിക്കും. ഇവിടെ ഈ കോളേജിലാ? അപ്പൊ ബോംബെ പഠിച്ചിട്ട്